അവർ ഞാൻ മരിക്കും കാലം എൻ്റെ പള്ളക്ക് കിടന്നാൽ മതി. ഉണ്ടെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ മുണ്ട് മറക്കി ഇവിടെ കിടക്കും. കണ്ണും കാണത്തില്ല, സംസാരിക്കത്തുമില്ല, കേൾവിയില്ല, ഒരു ഇതുമില്ല. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. എൻ്റെ ഒരു ഫ്രണ്ട്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഇത് നടന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊന്നല്ല, കൊല്ലത്താണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. അപ്പം ആ വീഡിയോ കാണുമ്പോൾ തന്നെ കൽബ് പൊട്ടിപ്പോവും, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. വിശപ്പിൻ്റെ അതികഠിനമായ വിശപ്പ് കാരണം പ്രായമായ സഹോദരനും സഹോദരിയും വിശപ്പ് അടക്കാൻ വേണ്ടി വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ പൊളിച്ചിട്ട് ആലോചിച്ച് നോക്കണേ. ഇന്ന് നമ്മളെ മക്കൾക്ക് ബിരിയാണി, നെയ്ച്ചോറും, മന്തി അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊട്ടുന്നു. അതുപോലെ കല്യാണങ്ങൾ, പാർട്ടികൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെയൊക്കെ ഭക്ഷണങ്ങളെ കൊണ്ട് ദൂർത്തടിക്കുകയാണ്. അത് കൊണ്ടുപോയിട്ട് കൊട്ടുന്നത് തന്നെ ഉണ്ടാവും ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ ഭക്ഷണങ്ങൾ, വേസ്റ്റ് ഭക്ഷണങ്ങൾ തന്നെ അതന്നെ ഉണ്ടാവും. അത്രയും, കാരണം അത്രമാത്രം ഉണ്ടാക്കി കൂട്ടുകയാണ് പല ഐറ്റംസും. ഒരു വയറിൻ്റെ അരച്ചാണ് വയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, ഇത്രയൊന്നും ഉണ്ടാവുമല്ലോ. എത്ര കഷ്ടി തിന്നാലും ഇത്രയൊന്നും ഉണ്ടാവുമല്ലോ, പല ഐറ്റങ്ങളാവുമ്പോൾ പറയും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് വരെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാലും ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ, ഇത് കണ്ടപ്പോൾ പടച്ചോനെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വീടുകൾ മൊത്തം ഉള്ള മാടം അവർ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം. ഒരറ്റം പോലെ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരറ്റം കെട്ട് അവർ ഒരറ്റം വിശക്കുമ്പോഴത്തേക്ക് അവർ ഒരറ്റം കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൂടെ വേണമെങ്കിൽ അവർ അതിനകത്തോട്ട് പൊടിച്ച് മടക്കി വെക്കും. പേടിച്ചാണ് ഞാൻ പോവാതിരിക്കുന്നത്. ഇന്ന് ഇപ്പം നേരം വെളുത്തപ്പോൾ ഒരെണ്ണത്തിന് വിശന്നപ്പോൾ ചെന്ന് ആ കഥ പിടിച്ചടിച്ച് അതിനെ വലിച്ചു പൊളിച്ച് വെച്ചിട്ട് അത് പോയി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നെ അവർ ക്ഷമിക്കാൻ തല്ലിക്കൊല്ലും. ഇതേ അല്ലേ അവർ ചെയ്യുന്നത്. ഇത് ഇഞ്ഞറ്റം വരെ ഉണ്ടായിരുന്നു. വിശക്കുമ്പോൾ തള്ളി അങ്ങ് അപ്പുറത്ത് മറിക്കും. പിന്നെ നമ്മൾ നുള്ളിപ്പറക്കി പിന്നും കൊണ്ടിഞ്ഞു വയ്ക്കും. പിന്നും എന്തെങ്കിലും ഇട്ട് ചെളിയോ എന്തെങ്കിലും വെച്ച് പറക്കി വെച്ചാലും പിറ്റെന്ന് വരുമ്പോൾ അതിന്റെ ഇരട്ടി അവർ ഇളക്കി. ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. വീട്ടിനുള്ളിൽ ആകെ ഓരോന്നും വലിച്ച് പൊട്ടിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട്. ഇവരെ ആ ചേച്ചി പറയുന്നുണ്ട്, ഞാൻ ഒരുവിധമൊക്കെ എങ്ങനെ ഒപ്പിച്ച് വരും, ഇവരതൊക്കെ നശിപ്പിക്കും വിശപ്പ് കൂടുമ്പോഴേന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, അതായത് ദേഹോപദ്രവം അടക്കം ചെയ്യുന്നുണ്ട് ഇവർ. ഈ വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ മകളെ. എന്നിട്ട് പോലും അതിനോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയി ആക്കിക്കൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ഒരു വാക്കുണ്ട്, പൊന്നാര മക്കളെ. ഹൃദയം അത് അവിടെയാണ്, ഹൃദയം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവർക്കാണ് ഹൃദയം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ട് ഉമ്മമാരെയും വൃദ്ധസദനത്തിലായി എവിടെയെങ്കിലും ഒന്ന് കൊണ്ടേ തള്ളാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മക്കളാണ് ഇന്നത്തെ കാലത്ത്. അവരുടെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു വാക്ക് പറയുന്നത്. എൻ്റെ മരണം, എൻ്റെ കൊക്കിൽ ജീവനുള്ള കാലം വരെ അവരെൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ആ മകള് പറയുന്നത്. കാലത്തിലൊന്നും അവരെ കൊണ്ട് കളയാൻ എന്നെ കൊണ്ട് മനസ്സ് കേൾക്കുന്നില്ല. ഇതിൽ കൂടുതൽ പലയിടത്തൊന്നും വന്ന്, പക്ഷെ എന്നെ കൊണ്ട് വെക്കുന്നില്ല. ഇവരെങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നാളെ സമയത്ത് എൻ്റെ മക്കൾ എന്നെ കൊണ്ട് കളയില്ലെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ മരിക്കും കാലം വരെ എൻ്റെ പള്ളക്കിരി അവർ കിടക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്ത് പോകില്ല, എല്ലാം വീട്ടിനകത്ത് തന്നെ വരും. പാത്രങ്ങൾ വെച്ച് പിടിച്ച് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുക. ആ കണക്കിനാണ് നമ്മളെ വീട് കിടക്കുന്നത്. നല്ലൊരു മഴ പെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നുള്ളി പുറകെ ഇറാത്ത് പോയിരിക്കും ഞങ്ങൾ. അവിടെ മാത്രം ഇച്ചിരിച്ച് വരാതിരിക്കും, അവിടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിലെ പേവിൾക്കോൾ വെച്ച് ഒട്ടിച്ചണക്കലാണ് ഓടുകൾ ഇരിക്കുന്നത്. ഏത് നിമിഷം എല്ലാം കൂടെ തറം പെത്തും. അങ്ങനെ ഇരിക്കുകയാണ് എന്നുവെച്ചാൽ പൊളിഞ്ഞ് വീഴും. അത് ആ അവസ്ഥയിലിരിക്കും. പേടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എല്ലാത്തിനും അമ്മച്ചിയും മക്കളും എല്ലാം കൂടെ പോയി അവിടെ പോയിരിക്കും. പക്ഷെ മഴ നല്ല തോന്നതിന് ശേഷം ആണ് അവിടെ ഇവിടെ. എന്നാലും പേടിച്ചാണ് വന്ന് കിടക്കുന്നത് തന്നെ. പക്ഷെ അങ്ങനെയാണ്, പേടിയാണ് എനിക്ക്. ഇപ്പോഴത്തെ ഈ 2-3 ദിവസം മഴയത്ത് ഞങ്ങൾ ഉയരിഞ്ഞിരിക്കുകയായിരുന്നു. വിളിക്കാൻ ദൈവങ്ങളൊന്നും ഇല്ല. എല്ലാ ദൈവങ്ങളെയും വിളിച്ച്, അറിയുന്ന ദൈവങ്ങളെ മൊത്തം വിളിച്ച്. എന്നിട്ടും അവസ്ഥ ഇതാണ്. ഉള്ളതും ഇല്ലാത്ത അവർക്ക് മാനസികമായിട്ടുള്ളത് തന്നെ. അത് ജന്മന അവർക്കുള്ളതാണ്. അത് എന്തിനാ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ. കണ്ണും കാണത്തില്ല, സംസാരിക്കത്തുമില്ല, കേൾവിയില്ല, ഒരു ഇതുമില്ല. നമ്മളെവിടെയെങ്കിലും പോയിട്ട് ഇരുത്തിയാൽ അവിടെ ഇരിക്കും, പിടിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ആ അവസ്ഥയിലാണ്. ഒരു ഇതില്ല അവർക്ക്. ഇരുട്ടുന്നത് എന്തൊരു വെളുക്കണത് എന്തരാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. നമ്മൾ നേരം വെളുത്ത് ചെന്ന് വിളിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് വരും. ഇരുട്ടാണെങ്കിൽ ചെന്ന് നമ്മൾ പറഞ്ഞ് ഇരുട്ടാണ് പോയി കിടക്കാൻ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പോയി കിടക്കും. എൻ്റെ വയറ് ഇറുക്കിക്കൊണ്ട് ഉള്ളത് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആഹാരത്തിനുള്ള വഴി എന്തെങ്കിലും ദൈവം സഹായിച്ച് കിട്ടിയാൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. നമുക്ക് വേറെ ഒന്നും, മാണിയറതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവരെ പട്ടിണിക്ക് ഇടാതെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അത് ദൈവം സഹായിച്ച് കിട്ടിയാൽ വളരെ സന്തോഷം. ജന്മന കിട്ടിയതാണെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ, എന്തരാണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവരെ പാരമ്പര്യം അമ്മക്കും കിട്ടിയിട്ടുണ്ട്, എനിക്കും ഉണ്ട്, എൻ്റെ മോക്കും ഉണ്ട്. അമ്മക്കും ദൂരെ കാഴ്ച അതില്ല. എൻ്റെ മോള് കണ്ണാടി വെച്ച്, ഞാൻ മാത്രം വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളെ വീട് നോക്കുമോ കണ്ണാടി വയ്ക്കാൻ നടക്കുമോ ഞാൻ? ആ അവസ്ഥയിലാണ്. കണ്ണാടി വയ്ക്കണമെങ്കിൽ ക്യാമ്പിനും ഇതിനൊക്കെ പോകണ്ടേ. ആ പൈസ ഉണ്ടെങ്കിൽ 1 കിലോ അരി മേടിച്ച് ഇവർക്ക് കഞ്ഞിട്ട് കൊടുക്കാമെന്നൊക്കെ ഉള്ളൂ ഞാൻ.
അതാണ് ഇവർ പറയുന്നത്. പോയി പിന്നെ മേടിക്കാം പോ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവരെ പോലുള്ളവരെയൊക്കെ താമസിപ്പിക്കുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ഇവരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്നതല്ലേ ചേച്ചി? ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യൂല. എൻ്റെ ജീവനുള്ള കാലം വരെ ഇവിടെ തന്നെ കിടക്കും. ഞാൻ മരിക്കും കാലം വരെ എൻ്റെ പള്ളക്കേടി കിടന്നാൽ മതി. ഉണ്ടെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ മുണ്ട് മറക്കി ഇവിടെ കിടക്കും. അവർക്ക് വിശപ്പെന്ന് എന്തരാണ്, ദാഹം എന്തരാണെന്ന് അവർക്ക് അറിയാം. അവർക്ക് കഴിക്കാൻ 3 നേരം നല്ലപോലെ കഴിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യവും ഉള്ള എല്ലാം അവർ അടിച്ച് നശിപ്പിക്കുകയും ചെയ്തല്ല. ഇതൊന്നല്ല വീടും അത് തന്നെ നമ്മളെ കിട്ടുവാണെങ്കിൽ അവർ അടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് വീട് ഈ കഥവും എല്ലാം ഇല്ലാതാക്കി വെച്ചേക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരാന്നുണ്ടാക്കി ഇടുമ്പോൾ അവരതിന് ഒരാന്നൊരാന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ആരുടെ വരുമാനത്തിലാണ് ഈ വീട് മുന്നോട്ട് പോകുന്നത്? എൻ്റെ വരുമാനത്തിൽ ഞാനാണ് ഈ കൂലി വില ഇത് കൊണ്ടുവന്ന് ഇവരെല്ലാം നോക്കുന്നത്. 3 നേരം കഴിക്കാനുള്ളതിൽ നമ്മൾ 2 നേരം കഴിക്കും, അല്ലെങ്കിൽ 1 നേരം കഴിക്കും. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വൈകുന്നേരം കഞ്ഞി. ഇന്നലെ പട്ടിണി തന്നെ ഇരുന്നു. ഇന്നലെ ഒരു വക ഇല്ലായിരുന്നു. ഇന്നലെ ഇച്ചിരി പോലെ മാവ് ഇവിടെ ഇരുന്നു. അതിനെടുത്ത് പുട്ട് ഒഴുകി നമ്മളെല്ലാവരും കൂടെ. അത് വയറ് നിറയത്തേന് ഇന്നലെ നല്ല ബഹളം വരുന്നു ഇവിടെ. നിറഞ്ഞില്ലെങ്കിൽ അവരെ ഉള്ളതെല്ലാം കലാചിട്ടി പാത്രങ്ങളായാലും പറക്കി കയറിയേക്കാൻ തന്നെ അവരെ ജോലി. തമ്മി അടി കൂടും. 2 ആങ്ങളും പെങ്ങളും ഒരേപോലെ. രണ്ടുപേർക്കും രണ്ടുപേരും ഇതേ അവസ്ഥ തന്നെ. വിശപ്പെന്ന് എന്തരാണ്, ദാഹം എന്തരാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കണം. അത് നല്ലപോലെ അവർക്ക് കൊടുക്കുകയും വേണം. അവർക്ക് വലിയ കറി വേണം, അങ്ങനെ ഒരു ഇതില്ല. എന്തായാലും മതി, തിന്നുമ്പോൾ വയറ് നിറച്ച് തിന്നണം. അത് ഒരു ഇച്ചിരി പോലെ അരിയേ ഉള്ളു. അത് ഉള്ളതിൽ പങ്ക് കഴിക്കണം എന്നൊരു ചിന്ത അവർക്കില്ല. എല്ലാവരും കഴിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് എന്തോ എപ്പോഴെടുത്താലും അവരെ വയറ് നിറച്ച്. ജോലിക്ക് പോയാണ് ഞാൻ എല്ലാ ജോലിക്കും, ഇന്ന ജോലിയും നിന്നില്ല, എല്ലാ ജോലിക്കും പോകും. മേശരിപ്പണിയായാലും ചാണകം കോരാനായാലും ബില്ലറക്കാനായാലും എന്തൊത്തിനും പോകും. ഒരു ജോലിക്ക് മാറ്റി നിർത്തണ്ട. ചേച്ചിക്ക് ഇപ്പൊ എനിക്ക് കയ്യിൽ ഷോളർ വീണോണ്ട് പോണില്ല. ജോലിക്ക് പോകാൻ പറ്റാത്ത വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പട്ടിണിയായത്. ഇപ്പൊ നമ്മള് തീരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. ഇന്നലെ ഇവിടെ ആഹാരം ഇല്ലാതെ വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇന്നലെ ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൂടെ ആങ്ങളും പെങ്ങളും ഈ കഥവും അപ്പുറത്തെ കഥവും കൂടെ തന്നെ പിന്നെ അടിയായിരുന്നു. ഈ വിശന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇച്ചിരി പോലെ മാവിരിക്കൊണ്ട് അതെടുത്ത് 2 കുറ്റി പുട്ടുണ്ട ഉണ്ടാക്കി 2 പേർക്കായിട്ട് കൊടുത്തു. എന്നിട്ട് അവർക്ക് വയറ് നിറഞ്ഞില്ല. എന്നിട്ട് അവരോട് പട്ടിണി കിടന്നു. ഞാനും എൻ്റെ മറ്റേ കൊച്ചുങ്ങളും പട്ടിണി കിടന്നു. നമ്മൾ തേയിലുള്ള ഇട്ട് കുടിച്ചും കൊണ്ട് കിടന്നു. ഇവർക്ക് അതിൽ പങ്ക് കൊടുത്ത് നമ്മളെ വയറ് റിവിയാലും ഇവരെ പട്ടിണിക്കിടല്ലെന്ന് പറഞ്ഞ ചിന്തയിലാണ് നമ്മൾ. എന്റെ പേര് മല്ലിക. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? അരിപ്പ അമ്മയമ്പലം. അരിപ്പ, കുളത്തൂപ്പുഴ അരിപ്പ അമ്മയമ്പലം. കൊല്ലം ജില്ല. കൊല്ലം ജില്ലയില്. എത്ര കഷ്ടപ്പാടിലാണ് അവർ ജീവിക്കുന്നതാണ്. ഒരു സ്വസ്ഥത കിട്ടിയാൽ മതി എന്ന് വിചാരിപ്പിച്ചല്ലോ. അത്രയും ഇതിലാണ് സംസാരിക്കാൻ പോലും പറ്റില്ല. ഉമ്മയാണ് അങ്ങനത്തെ അവരെ ആ രീതിക്കനുസരിച്ച് കൊണ്ടു നടക്കാൻ അവരെ എല്ലാം പരിചരിച്ചിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും മറ്റുള്ള ചെയ്തിട്ട് അവരെ ശുശ്രൂഷിച്ചിട്ടും കൊണ്ടു നടക്കുന്ന ഈ സ്ത്രീക്ക് കൊടുക്കണം ബിഗ് സല്യൂട്ട്. അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഇവരെ സഹായിക്കാൻ ഇവർക്ക് മൊബൈൽ ഫോണോ അങ്ങനെ അതുപോലെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. പക്ഷെ അവരതല്ല, വേറെ ആളതാണെന്നാണ് അതിൽ കണ്ടത് ഞാൻ. അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. കാരണം നിങ്ങളിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ ആ നമ്പർ ഇതിൽ ആഡ് ചെയ്യാം. അല്ലാതെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം കാര്യമില്ലാതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ ഇതിൽ പിൻ ചെയ്ത് വയ്ക്കാം.